മികച്ച വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു മേഖലയാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല. പരമ്പരാഗതമായി വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൊച്ചിയിലുണ്ട്. കടലിൽ നിന്നും വരുന്ന വിഭവങ്ങൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത്. സമുദ്രവിഭവങ്ങളുടെ കയറ്റുമതിയിലൂടെ സംസ്ഥാനത്തിന് നല്ലൊരു ശതമാനം വിദേശ നാണ്യം നേടാൻ കഴിയുന്നുണ്ട്. ഗുണമേന്മയും വിശ്വാസ്യതയുമാണ് ഈ രംഗത്ത് പ്രധാനമെന്ന് വർഷങ്ങളായി സമുദ്രോൽപ്പന്ന കയറ്റുമതി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അനുഭവം പറയുന്നു. 77 ആദ്യത്തെ എക്സ്പോർട്ട് തുടങ്ങി. അന്ന് മെയിനായിട്ട് ജപ്പാൻ, പിന്നെ അമേരിക്ക, യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക എല്ലാം ഉണ്ട്. ഇന്ന് അതുപോലെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തർ ഞങ്ങൾ ഓഫർ കൊടുക്കും. സോ അത് ഇന്ന അക്കൗണ്ടിലുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓഫർ കൊടുക്കും. ഓഫർ കൊടുത്തിട്ട് ത്രൂ ഫോണിന് അല്ലെങ്കിൽ ത്രൂ ഇത് ഫാക്സിൽ കൺഫേം ചെയ്യും. അപ്പം ചെയ്ത് അയച്ചു കൊടുക്കും. അപ്പം നല്ല ക്വാളിറ്റി ആയിരുന്നു അന്ന് ഞങ്ങൾ അയക്കുന്നതിന്. ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ ദ ക്വാളിറ്റി നല്ലതാണെങ്കിൽ നമുക്ക് പ്രയാസമില്ലാതെ ബിസിനസ് ചെയ്ത് പോകാൻ പറ്റും. മലയാളികളിൽ 80% പേരും മത്സ്യം ഉപയോഗിക്കുന്നവരാണ്. ഈ വിപണി സാധ്യത മുന്നിൽ കണ്ട് ദിവസേന മത്സ്യം വിപണിയിൽ എത്തിക്കുന്നതിനും ഇവർ സൗകര്യമൊരുക്കിയിരിക്കുന്നു. ഇപ്പോൾ 3.5 crore ആൾക്കാരുണ്ട് കേരളത്തിൽ. അതിൽ 80-85% മലയാളികളും ഫിഷ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വിത്ത് എ ലോ ആവറേജ് ഓഫ് 200 rupees per kilo നോക്കുകയാണെങ്കിൽ തന്നെ ദ മാർക്കറ്റ് സൈസ് ഇസ് 12,000 crores. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റ് സൈസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു പുതിയൊരു മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യാവുന്നത് ഒരു ബിഗ് പൊട്ടൻഷ്യൽ ഉള്ളൊരു ഏരിയയാണ് കേരളത്തെ സംബന്ധിച്ച്. ഇത് കേരളത്തിൻ്റെ മാത്രം ഡേറ്റയാണ്. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം ഡേറ്റ എടുക്കുകയാണെങ്കിൽ 55,000 crores ആണ് മാർക്കറ്റ് സൈസ്. ആവശ്യക്കാർക്ക് ഏതിനം മത്സ്യം വേണമെന്ന് തിരഞ്ഞെടുത്ത് ഓർഡർ കൊടുക്കുകയേ വേണ്ടൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ മത്സ്യം വീട്ടുവാതിൽക്കൽ എത്തിച്ചു തരും. മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ കൃത്രിമ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഇവർ പറയുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ മത്സ്യവിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്നവർ ചേർന്ന് അസോസിയേഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും ഇവർ സഹായിക്കുന്നു. ഈ മാരിടൈം സ്റ്റേറ്റ്സ് ചേർന്നിട്ടാണ് സീഫുഡ് എക്സ്പോർട്ടേഴ്സ് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനൊരു നാഷണൽ ബോഡിയുണ്ട്. കാര്യം എല്ലാം റിലേറ്റഡ് ആണ്. ഇഷ്യൂസ് എല്ലാവർക്കും തന്നെ ഒട്ടുമുക്കാലെല്ലാം സെയിം ആയിരിക്കും. പിന്നെ അതായത് സ്റ്റേറ്റുകൾക്ക് അതായത് ഓരോ സെപ്പറേറ്റ് ഇഷ്യൂസ് ഉണ്ട്. അത് ഓരോ സ്റ്റേറ്റിനും ഓരോ അസോസിയേഷൻ സെപ്പറേറ്റായിട്ട് ഇതിൻ്റെ ഒരു സബ്സിഡറി ബോഡി ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ വരുമ്പോഴത്തേക്ക് കേരള റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് എക്സാമ്പിൾ ഒരു പറഞ്ഞാൽ കേരള ലേബറിൻ്റെ വിഷയം കേരളത്തിന് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും. കേരള ഫിഷർമെനെ ഉദ്ദേശിച്ചുള്ള അവർക്ക് അവരുടേതായിട്ടൊരു രീതികളായിരിക്കാം. പിന്നെ കേരള ഫിഷർമെൻ വെൽഫെയർ ആക്ട് ഉണ്ട്. അപ്പം അതെല്ലാം റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ഈവൻ എക്സ്പോർട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാം സെൻട്രൽ ബോഡി ആയതുകൊണ്ട് മേജർ ഞങ്ങൾക്കുള്ള മെയിൻ ഇത് വരുന്നതെല്ലാം തന്നെ ഓൾ ഇന്ത്യ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും. സംസ്ഥാനത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് ഗണ്യമായി കുറഞ്ഞത് കടൽ വിഭവങ്ങളുടെ ലഭ്യത കുറച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. സമുദ്രവിഭവങ്ങളുടെ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലേക്ക് കൂടുതൽ പേർ കടന്നുവന്നതോടെ ഈ രംഗത്ത് മത്സരം കടുത്തിട്ടുണ്ട്. കടൽ വിഭവങ്ങൾ കുറയുന്നതും ഈ മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഈ കടൽ സമ്പത്ത് കുറഞ്ഞു വരുന്നത് ഒരു വലിയ ത്രെറ്റ് തന്നെയാണ്. അത് കൺസർവേഷൻ മെഷേഴ്സ് ഓവറോൾ കൊണ്ടുവന്നേ സാധിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അത് സാധാരണ ഫിഷർമാനെയാണ് ഏറ്റവും ആദ്യം ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതേ തുടർന്ന് കടലിലെ എക്കോളജിക്കൽ ബാലൻസ് പോയി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെ കണ്ട് നിൽക്കേണ്ടി വരും. അവൈലബിലിറ്റി ഇല്ലാതെ വന്ന് ഏറ്റവും എല്ലാ സാധാരണക്കാരനും ജീവിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ കടലിൽ നിന്നുള്ള മീനിൻ്റെ സമ്പത്ത്. അപ്പോൾ അതിനെ കൺസേർവ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഓരോ ഏരിയയിലുള്ള നമ്പർ ഓഫ് ബോട്ട്സ് അത് റെസ്ട്രിക്റ്റ് ചെയ്യണം. ഒരു സ്ഥലത്ത് എത്ര ബോട്ടുകൾ ഫിഷ് ചെയ്യാൻ പാടുണ്ട്, അവിടുത്തെ ബോട്ടുകൾ യൂസ് ചെയ്യുന്ന ട്രോളിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ മറ്റ് ഫിഷിംഗ് മെത്തേഡ്സ് അത് എക്കോളജിക്കലി പെർമിസിബിൾ ആണോ, അതിനെപ്പറ്റി ഒരു സയൻറ്റിഫിക് റിസർച്ചസ് നടത്തണം. കടലിൽ നിന്നും എത്തുന്ന മത്സ്യം സംസ്കരിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ്. നമുക്കവിടെ ഫുഡ് ഡിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹൈലി ക്ലോറിനേറ്റഡ് ആണ്. കാരണം നമുക്ക് പുറത്തുനിന്നുള്ള യാതൊരു കണ്ടാമിനേഷനും അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അതുകൂടാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എല്ലാ വർക്കേഴ്സ് എല്ലാം ഗ്ലൗസാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ അവരുടെ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പ്ലാന്റിലേക്ക് എൻ്റർ ചെയ്യാൻ. കാരണം നമുക്ക് ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അതിന് വേണ്ടി അവൈലബിൾ ആണ്. അതുകൂടാതെ യാതൊരു വിധത്തിലുള്ള ഓർണമെൻറ്റ്സോ അല്ലെ വാച്ചോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പ്ലാന്റിനുള്ളിൽ. ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ലാൻഡിങ് സെൻറ്ററിൽ നിന്ന് നമ്മൾ നേരിട്ട് പ്രൊക്യൂർ ചെയ്തിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. കാരണം അതിനിടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് അല്ല. കാരണം നമ്മുടെ കൺട്രോളിൽ തന്നെ നമ്മുടെ സൂപ്പർവൈസേഴ്സ് പോയിട്ട് ക്വാളിറ്റി അവിടെ തന്നെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത്. പ്രൊക്യൂർ ചെയ്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും കുറേ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യും നമ്മൾ. ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഫ്രീസ് ചെയ്യത്തുള്ളൂ. അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ചെയ്യുന്നത്. പ്ലാന്റിലെ ജീവനക്കാർ ഏറെയും സ്ത്രീകളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. വലിപ്പം അനുസരിച്ചിട്ട് ഗ്രേഡ് ചെയ്യും. ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം സ്കുഡ് ഓളാണെങ്കിൽ U3 വലിയ ഗ്രേഡ്, അത് കഴിഞ്ഞ് 3-6 രണ്ടാമത്തെ ഗ്രേഡ്, അത് കഴിഞ്ഞ് 6-10, അത് കഴിഞ്ഞ് 10-20. പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള നിരവധി തൊഴിലാളികൾ കേരളത്തിലുണ്ട്. ദിവസവും വീടുകളിൽ മത്സ്യമെത്തിച്ചാണ് ഇവർ ഉപജീവനം കഴിച്ചിരുന്നത്. മത്സ്യം കയറ്റുമതി ചെയ്തിരുന്ന വലിയ വലിയ കമ്പനികൾ ദിവസേന മത്സ്യം വീടുകളിൽ എത്തിക്കാൻ തുടങ്ങിയതോടെ ഈ തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇവരുടെ വാക്കുകളിലേക്ക്. സമുദ്രോൽപ്പന്ന കയറ്റുമതി രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ പ്രാദേശിക മത്സ്യവിപണിയിലേക്ക് ഇറങ്ങുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ലോക്കൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമ്പരാഗതമായി മത്സ്യബന്ധനം ഉപജീവനമായി നടത്തുന്ന തൊഴിലാളികൾക്ക് നേരിട്ട് ബാധിക്കും. അവർ ചെയ്യുന്ന നിക്ഷേപം ഉണ്ടല്ലോ, അവരുടെ ഉപകരണങ്ങൾക്കുള്ള നിക്ഷേപവും മത്സ്യബന്ധനവുമായി പൊരുത്തപ്പെട്ടു പോവില്ല. അതിൻ്റെ മാർക്കറ്റിംഗ് സംവിധാനം അപ്പാടെ തകരും. പാരമ്പര്യമായി മത്സ്യബന്ധനം ഉപജീവനമായി നടത്തുന്ന ഒരു ജനതയുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവും. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ബോട്ടുകൾ പണിക്ക് പോകുന്നത് ഇപ്പോൾ ഡീസൽ, അതേപോലെ മറ്റുള്ള റേഷൻ, ഐസ്, ഇതെല്ലാം ഒരു നല്ലൊരു ചിലവിലാണ് പോകുന്നത്. അപ്പോൾ അത് വന്നിട്ട് വരുന്ന ആ എമൗണ്ട് കിട്ടുന്നില്ല നമുക്ക്. അപ്പോൾ ഈ പരിപാടി കാരണം, ഇവരുടെ ഈ പരിപാടി കാരണം നമുക്ക് അതായിട്ടുള്ള ബെനിഫിറ്റ് വരുന്നില്ല. ഹാർബറുകൾ കേന്ദ്രീകരിച്ച് മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ സാധാരണ മത്സ്യത്തൊഴിലാളിക്ക് ലഭിക്കുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. പോട്ടേഴ്സ് മാർക്കറ്റിൽ ഇടപെടുന്ന ആരിടപെട്ടാലും മാർക്കറ്റ് കുറച്ചുകൂടെ മുകളിലേക്ക് പോകും. അത് ഒറ്റ നോട്ടത്തിൽ വളരെ നല്ലതാണ്. പക്ഷേ അതിന് ഉള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അധികം പ്രൊഡക്ഷൻ വരുമ്പോൾ ഈ പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ അവരത് വില ഇടിച്ച് താഴ്ത്തി നിർത്തും. എന്നിട്ട് അവർക്ക് സ്റ്റോറേജ് ഉള്ളത് ഉപയോഗിച്ചിട്ട് അവർ ഇത് റെഗുലേറ്റ് ചെയ്ത്, ഈ ഫിഷിൻ്റെ മിൽക്ക് പോലെ തന്നെയാണ്, പെട്ടെന്ന് പെരിഷബിളാണ്. അപ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് പബ്ലിക് സെക്ടറിൽ നമുക്കിപ്പോൾ ഇവിടെ തന്നെ 600 ടൺ വരെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് ഇവിടെയും എറണാകുളത്തും അതുപോലെ തന്നെയുള്ള ഫെസിലിറ്റി ഇൻ്റഗ്രേറ്റഡ് ഫിഷറീസിലുമുണ്ട്, ഇവിടെ മത്സ്യഫെറ്റിൻ്റെ അതിലുമുണ്ട്. ഈ വരുന്ന അധികം മീൻ വരുന്ന സമയത്ത് അതും വാങ്ങി സ്റ്റോർ ചെയ്ത് അത് കഴിഞ്ഞ് മീനില്ലാത്ത പിറ്റേ ദിവസം ചിലപ്പോൾ മീനുണ്ടാവില്ല. അപ്പോൾ ഇത് ആ റെഗുലേറ്റ് ചെയ്ത് മാർക്കറ്റിൽ വിടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമുക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവിടെയാണ് ഈ കാച്ചിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല വില, മാർക്കറ്റിൻ്റെ വിലയുമായിട്ട് ബന്ധപ്പെട്ട നല്ല വില കിട്ടണമെങ്കിൽ സ്റ്റോറേജ് നല്ലതാക്കണം. സപ്ലൈയും ഡിമാൻഡ് സപ്ലൈയും മീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. കൂടുതൽ പേർ ഈ രംഗത്തേക്ക് കടന്നുവരുന്നതിനാൽ അന്നു ലഭിക്കുന്ന മത്സ്യം കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കേണ്ടി വരുന്നുവെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. സ്വകാര്യ മേഖലയിലുള്ളവർക്ക് മത്സ്യം സൂക്ഷിക്കാൻ സൗകര്യങ്ങളുണ്ട്. ആവശ്യത്തിനനുസരിച്ച് മീൻ നൽകണമെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കേണ്ടതുണ്ട്. മത്സ്യബന്ധന മേഖലയിലുള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ മേഖലയിൽ നിന്ന് പിന്മാറാനും സാധ്യതയുണ്ടെന്ന് ഇവർ പറയുന്നു.